കാന്താര ചാപ്റ്റർ 1 ഇന്ന് രാവിലെ കണ്ടു. അതിനെക്കുറിച്ചുള്ള 5 കാര്യങ്ങളാണ് എനിക്കിന്ന് പറയാനുള്ളത്. ഒന്നാമതായിട്ട് ഇതിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ്. നമ്മുടെ കാന്താര എന്ന് പറഞ്ഞ ആ ഒരു ഭൂപ്രദേശം അറിയപ്പെടുന്നത് ദൈവത്തിൻ്റെ പൂന്തോട്ടം എന്നുള്ളതാണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ നേരത്തെ ഇറങ്ങിയിട്ടുള്ള കാന്താരയുടെ പ്രീക്വലാണിത്. അതിന് മുന്നേ ഉള്ള കാര്യമാണ്. ഒന്ന് കാന്താര എന്ന് പറഞ്ഞ പ്രദേശമാണ് നടുക്ക്, അതിൻ്റെ ഇപ്പുറത്തെ രാജധാനി, രാജാവിന് ഇങ്ങോട്ട് കയറാൻ ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെയാണ് അപ്പുറത്തെ വശത്ത് ഇതിൻ്റെ ഉൾവനത്തിൽ ഇതുപോലെ ഈ മന്ത്രവിദ്യയും തന്ത്രവിദ്യയും ബ്ലാക്ക് മാജിക്കൊക്കെ ഉള്ള കുറേ ആളുകളുണ്ട്. അപ്പം അങ്ങനെ ഈ പ്രദേശത്തെ പിടിച്ചടക്കാൻ അവർ ശ്രമിക്കുന്നു. ഇതിൻ്റെ ടോട്ടൽ സംഘർഷമാണ് ഈ സിനിമ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോറിയുടെ ടോട്ടൽ സാധനം ഒന്ന് സെറ്റ് ചെയ്യുകയാണ്, പ്ലേസ് ചെയ്യുകയാണ് ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത്. ഇൻ്റർവെല്ലായി അതിനുശേഷം സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം പകുതിയാവുമ്പോൾ തന്നെ സിനിമയുടെ ഒരു ക്ലൈമാക്സ് ഉള്ളതുപോലെ നമുക്ക് ഇനിയിപ്പോൾ എന്തോന്നാണോ. പക്ഷെ അവിടെ നിന്ന് സിനിമ വേറെ ലെവലിലോട്ട് പോവുകയാണ്, വേറൊരു ഹൈറ്റിലോട്ട് പോവുകയാണ് കേട്ടോ. കന്നഡയിൽ നിൽക്കുമ്പോൾ ഹോംബാലെ ഫിലിംസ് അവരാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റിൽ നമ്മൾ എന്ത് പ്രതീക്ഷിച്ചോ അതിൻ്റെ ഒരു 3-4 ഇരട്ടിയാണ് അവർ ഈ സിനിമയിലൂടെ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും ആദ്യത്തെ കാന്താരയായിട്ട് പ്ലേസ് ചെയ്യരുത്. അതും പ്രതീക്ഷിച്ച് നിങ്ങൾ ഗ്രാമപ്രദേശത്തിലെ കഥയും പ്രതീക്ഷിച്ചിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതല്ലാതെ ഒരു വളരെ യുദ്ധവും ഭീകരമായിട്ടുള്ളൊരു സിനിമയാണ്. എന്താ പറയാൻ, ബ്ലാക്ക് മാജിക്ക് അങ്ങനെയൊക്കെ ഒരു വേറൊരു ലോകമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇപ്പം യുദ്ധം എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ബാഹുബലി, അതുമായിട്ട് പ്ലേസ് ചെയ്യാം, ബാഹുബലി പ്ലേസ് ചെയ്യാം, KGF പ്ലേസ് ചെയ്യാം, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു അന്തരീക്ഷം പ്ലേസ് ചെയ്യാം. രണ്ടാമതായിട്ട് പറയാനുള്ളത്, നമ്മൾ എന്തുകൊണ്ടാണ് ഈ കാന്താര രണ്ടാമത് കാണണമെന്ന് അല്ലെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് രണ്ടാമത്തെ പാർട്ട് കാണണമെന്ന് വിചാരിച്ചതിൻ്റെ കാരണം, തീർച്ചയായിട്ടും ഋഷഭ് ഷെട്ടി എന്ന് പറഞ്ഞ ആ ഒരു ആക്ടറിൻ്റെ ആക്ടിങ് കൊണ്ട് തന്നെയാണ് എല്ലാവരും ഫാനായത് കാന്താരയുടെ. തീർച്ചയായിട്ടും എനിക്ക് രണ്ടാമത് പറയേണ്ട കാര്യം ഋഷഭ് ഷെട്ടി തന്നെയാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ ആക്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നമ്മൾ ആ 20 മിനിറ്റ് നമ്മൾ ആദ്യത്തെ കാന്താര കണ്ടപ്പോൾ നമ്മൾ ഞെട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് ആ സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ് നമ്മൾ ഞെട്ടാൻ തയ്യാറായിരിക്കും. ഇതാണ് അതിൻ്റെ ഒരു സാധനം. പിന്നെ അതുപോലെ തന്നെ ഋഷഭ് ഷെട്ടി എന്ന് പറഞ്ഞ ആക്ടർ മാത്രമല്ല, ഡയറക്ടർ എന്ത് രസമായിട്ടാണ് ചെയ്തു വെച്ചിട്ടുള്ള സിനിമ. കാന്താരയുടെ പുള്ളിയുടെ ക്യാരക്ടർ ചെയ്യുമ്പം, ഋഷഭ് ഷെട്ടിയുടെ ക്യാരക്ടർ ചെയ്യുമ്പം ഉള്ള ഈ ജനിച്ചപ്പോൾ തൊട്ടുള്ള എനർജി ഈ ഒരു ക്യാരക്ടറിൽ പോകും. അത്ര ഫയറായിട്ടുള്ള ക്യാരക്ടറാണ്, എനർജി നഷ്ടപ്പെട്ടു പോകും. അപ്പം ഇതിനോട് ഒപ്പം ഒരിക്കലും ഡയറക്ഷൻ അതിൽ എല്ലാം അറിയായിരിക്കും, പക്ഷെ പൂർണ്ണമായിട്ട് ഓരോ നിമിഷം ശ്രദ്ധിക്കാൻ സാധ്യതയില്ല. അപ്പം പുള്ളി എനിക്ക് തോന്നുന്നു കറക്റ്റായിട്ടൊരു ആളുകൾ അല്ലെങ്കിൽ പുള്ളി പറഞ്ഞിട്ടുണ്ടെന്ന് ഗ്രൂപ്പ് ഓഫ് ആളുകളെ കൂടെ നിർത്തിയിട്ടുണ്ട്. കാര്യം ഓരോരിക്കും ആക്ടിങ് കഴിഞ്ഞ് തീർച്ചയായിട്ടും ഡയറക്ഷൻ്റെ കാര്യത്തിൽ ഓരോരിക്കും ശ്രദ്ധിക്കാൻ പറ്റില്ല. കാര്യം എന്നാൽ ആ ആക്ടിങ്ങിൽ ആ ക്യാരക്ടർ കൈവിട്ടു പോകും. പക്ഷേ ഇതിലൊരു ക്യാരക്ടർ, ഒരു തപസ്യ പോലെയാണ് പുള്ളി ആ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. ആ ക്യാരക്ടർ ചെയ്യാൻ വേണ്ട ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കും എന്നുള്ളത് നമുക്ക് അത്രമാത്രം ഭീകരമാണത്, ആ എനർജി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അത് തന്നെയാണ് ഈ സിനിമയുടെ വിജയവും എന്ന് പറയുന്നത്. മെയിനായിട്ട് ബാക്ക് ബോൺ എന്ന് പറയുന്ന ഋഷഭ് ഷെട്ടി എന്ന് പറഞ്ഞ ആ ഒരു ആക്ടറിൻ്റെ ആക്ടിങ് തന്നെയാണ് ഇതിൻ്റെ ബാക്ക് ബോൺ. അത് എന്തായാലും നമ്മൾ ആദ്യം കണ്ടതിനെക്കാട്ടിലും മികച്ചതും മനോഹരവുമായിട്ടും ഭയപ്പെടുത്തുന്ന രീതിയിലും ഇതിലും ചെയ്തിട്ടുണ്ട് പുള്ളി. നിസ്സാര കാര്യമില്ല. ഇയാളൊരു ആക്ടറാണ് ഋഷഭ് ഷെട്ടി, അയാളൊരു ഡയറക്ടറാണ്, പിന്നെ റൈറ്ററാണ്. ഈ റൈറ്റർ ആകുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ആക്ടറിനെ എന്താ പറയുക, ആക്ടറിനെ തൃപ്തിപ്പെടുത്തണം, ഡയറക്ടറിനെ തൃപ്തിപ്പെടുത്തണം, ഈ ആൾ തന്നെ എഴുതുകയും ചെയ്യണം. അപ്പം അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ആക്ടർ എന്ത് കാണുന്നു അല്ലെങ്കിൽ ആക്ടർ ചെയ്യാൻ സ്കോപ്പ് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് ഈ ഡയറക്ടറിനും അറിയാം, ആക്ടറും അറിയാം. സോ അയാളാണ് റൈറ്ററും. ബ്രില്യൻ്റ് ആയിട്ട് അതിൽ റൈറ്റ് ചെയ്തിട്ടുണ്ട്, സ്ക്രിപ്റ്റ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആക്ടേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പൊതുവേ പറയാറുള്ളത് നായിക കഥാപാത്രത്തിന് അത്ര പ്രാധാന്യം സിനിമകളിൽ കിട്ടാറില്ല എന്നൊരു സാധനം പറയാറുണ്ട്. പക്ഷേ ഇതിലെ, അതായത് രുക്മിണി വസന്ത് എന്നുള്ളതാണ് ഇതിലെ നായികയുടെ പേര്. ഇത് എന്ത് ബ്രില്യൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് കാര്യം. നായകനോടൊപ്പം നിൽക്കുന്ന ഒരു ക്യാരക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. കനകാവതി എന്നാണ് പേര് ഈ രാജകുമാരിയുടെ. ഇവിടെ ഈ രാജകുമാരിയുടെ ധീരതയുണ്ട്, പ്രണയമുണ്ട്, അതുപോലെ തന്നെ ദുഃഖമുണ്ട്, പിന്നെ വൈരാഗ്യമുണ്ട്. അത് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ആർക്കാണ് ടോട്ടലി ഈ ഒരു കഥാപാത്രത്തിനുള്ളത്. അത് ഏറ്റവും മികച്ച രീതിയിൽ, കാര്യം ഈ കഥാപാത്രം നമുക്ക് ഈ ഫിലിമിൽ ഈ കഥാപാത്രം ലൂസ് ആവാൻ പറ്റില്ല, ഒന്ന് താഴാൻ പറ്റില്ല. ഇത് വളരെ കൃത്യമായിട്ട് ഇമോഷൻസ് കൺവേ ചെയ്യുന്ന രീതിയിൽ പുള്ളിക്കാരി ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഋഷഭ് ഷെട്ടി കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും മികച്ച പെർഫോമൻസ് ആണ് രുക്മിണി ചെയ്തിട്ടുള്ളത് ഈ സിനിമയിൽ. പിന്നെ നമ്മൾ മലയാളികൾ പൊതുവെ കാത്തിരിക്കുന്ന ഒരു ആക്ടറുണ്ട് ഇതിൽ, നമ്മുടെ ജയറാമേട്ടൻ. പുള്ളി നമ്മൾ സാധാരണഗതിയിൽ ഇപ്പം നമ്മൾ പല കമൻസും അല്ലെങ്കിൽ വീഡിയോസിലൊക്കെ കാണുമ്പോൾ പറയാറ് ജയറാമേട്ടന് പൊതുവേ പുറത്ത് നല്ല ക്യാരക്ടേഴ്സ് കിട്ടാനില്ല, അതായത് തെലുങ്ക് ആയാലും തമിഴിലെ നല്ല ക്യാരക്ടേഴ്സ് കിട്ടാനില്ല, പുള്ളി അവിടെ പോയി ഇപ്പം മലയാളത്തിൽ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടേഴ്സാണ് പുള്ളി കിട്ടിയിട്ടുള്ളത്. പുള്ളിക്കൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ഈ രാജാവിൻ്റെ ഒരു മുഖത്തിൻ്റെ ഒരു സൈഡൊക്കെ ചെറുതായിട്ടൊരു പൊള്ളലൊക്കെ ഉണ്ട്, അതിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്.
അത് മാത്രമല്ല ഈ രാജാവിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷനൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ ബെസ്റ്റായിട്ട് നല്ല രീതിയിൽ പുള്ളി ചെയ്തിട്ടുണ്ട്. ജയറാമേട്ടൻ ചെയ്തിട്ടുണ്ട്. ഒരു നല്ലൊരു ക്യാരക്ടറാണ് പുള്ളി ചെയ്തിട്ടുള്ളത് അതിൽ കേട്ടോ. അതുപോലെ തന്നെ ജയറാമേട്ടൻ്റെ മകനായിട്ട് വരുന്ന രാജകുമാരൻ, അത് ഗുൽഷൻ ദേവയ്യ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. ഇപ്പം നമ്മളൊരു പൊതുവെ വില്ലനായിട്ടുള്ള ഒരു രാജാവ് അല്ലെങ്കിൽ രാജകുമാരൻ എന്നൊക്കെ പറയുമ്പം നമ്മൾ ഒരേ രീതിയിൽ പോകുന്നതായിരിക്കും മിക്കവാറും ഈ വില്ലന്മാരെ കാണുന്നത്. നമ്മൾ ഒറ്റ ഒരു നൂല് പിടിച്ചതുപോലെ ആയിരിക്കും. പുള്ളി അങ്ങനെയല്ല. പുള്ളി ഒരു പാഴാണ് എന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ, അത് നമ്മൾ പറയില്ലേ എന്നുള്ള സാധനം. അതായത് മദ്യപാനമുണ്ട്, ഇതിനിടയ്ക്ക് കോമഡിയുണ്ട്, പുള്ളിയുടെ ചില ആക്ഷൻസ് ഉണ്ട്. അത് ആ ക്യാരക്ടർ അതായത് നമുക്കൊരു ചില സമയങ്ങളിൽ നമുക്ക് തോന്നുന്നു ഇയാളൊരു മണ്ടനാണോ എന്ന് തോന്നും. ചില സമയങ്ങളിൽ നമുക്ക് ഇയാളുടെ തോന്നും ഇയാളൊരു ധീരനാണോ എന്ന് തോന്നും. അത് ഇങ്ങനെ ഡിഫറെൻറ്റ് രീതികളിലുള്ള ക്യാരക്ടറാണ്. ആ ഒരു ക്യാരക്ടറാണ് പുള്ളിക്കുള്ളത്. പുള്ളി അത് ചെയ്തിട്ടുള്ളതും ആ ഒരു വ്യത്യസ്തതയോടെയാണ് പുള്ളി ആ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. എനിക്ക് മൂന്നാമതായിട്ട് പറയാനുള്ളത് ക്യാമറ, സൗണ്ട്, എഡിറ്റിംഗ്. ക്യാമറ എന്ന് പറയുന്ന അരവിന്ദ് കശ്യപാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സുരേഷ് മല്ലയ്യയാണ് ആക്ച്വലി എഡിറ്റിംഗ് ചെയ്തിട്ടുള്ളത്. രണ്ടും നല്ല രീതിയിൽ മികച്ചു നിൽക്കുന്നുണ്ട്, ക്യാമറയും എഡിറ്റിങ്ങും. ഇതിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സൗണ്ടും ചെയ്തിട്ടുള്ള അജ്നീഷ് ലോകനാഥാണ്. ജസ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് മാത്രമല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ യൂസ് ചെയ്തിട്ടുള്ള പല പല സൗണ്ട്സും, കാര്യം കാടിൻ്റെ അകത്തൊക്കെ ഉള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിലൊക്കെ വളരെയധികം പുള്ളി നീതി പുലർത്തിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ സൗണ്ട്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുണ്ട് പുള്ളി. അവർ അടുത്തത് ഇതിൽ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റാണ് ആർട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. പ്രൊഡക്ഷൻ ഡിസൈനർ എന്ന് പറഞ്ഞാൽ ബംഗളനാണ്. അടുത്ത ആർട്ട് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ധരണി. ഏറ്റവും മികച്ച രീതിയിലാണ് ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. കാര്യം നമ്മൾ അതിൻ്റെ അകത്ത് എൻ്റർ ഇപ്പം പലപ്പോഴും ഈ തെരുവുകളുടെ, രാജധാനിയുടെ തെരുവുകളുടെ ഇടയിൽ കൂടെയൊക്കെ പോകുമ്പോഴേ നമുക്കത് കൃത്യമായിട്ട് തന്നെ നമുക്ക് ആ ഒരു തെരുവിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു ഫീല് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് അവരത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഗ്രാമപ്രദേശമായാലും രാജധാനി ആയാലും കാടായാലും എവിടെയും ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു അത്രമാത്രമുള്ള ഒരു വർക്ക് അതിൽ കാണാൻ പറ്റും നമുക്ക്. അഞ്ചാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഇതിലെ VFX കുറിച്ചിട്ടാണ്. എന്ത് രസകരം, എന്ത് ബെസ്റ്റായിട്ടാണ് അവർ VFX ചെയ്തിട്ടുള്ളത്. റെഡ് ചെല്ലീസ് ആണ് ആക്ച്വലി ഇതിലെ VFX ചെയ്തിട്ടുള്ളത്. അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളതിലൊരു പുലി ദൈവം എന്നൊക്കെ പറഞ്ഞൊരു ഇതുണ്ട്. പുലി ഒരു കാലെടുത്ത് വയ്ക്കുന്നതിൻ്റെ ക്ലോസ് ഷോട്ട് എടുത്താലും അതിൽ കൃത്യം എങ്ങനെ ഒരു പുലി വയ്ക്കും അതുപോലെ തന്നെ അതിൻ്റെ കാര്യം, അതിൻ്റെ തൊലിയൊക്കെ ചെറുതായിട്ട് കിടന്ന് പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു പുലിയുടെ രീതിയൊക്കെ. അതുപോലെ തന്നെ ടോട്ടൽ VFX സിനിമയിലെടുത്താലും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിലെനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും അവസാനം വന്നിട്ട് ഒരു എന്താ ജൈജാനിക് ഫിഗറായിട്ടുള്ള ഒരു ക്യാരക്ടർ വരുന്നുണ്ട് അതിൽ. അത് ഞാൻ ഡീറ്റെയിൽ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല. ആ സ്ക്രിപ്റ്റിലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്തിനാണ് ഇത് വന്നെന്നുള്ളത്. ഇത്രയും അൺനെസസറി ആയിട്ട് ഒരു ക്യാരക്ടറിനെ കൊണ്ട് പ്ലേസ് ചെയ്യേണ്ട ക്യാരക്ടർ ഉണ്ടായിരിക്കാം. അത് ക്യാരക്ടർ ഇങ്ങനെ പ്ലേസ് ചെയ്യാനേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചു. അപ്പം അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബാക്കി ടോട്ടലി VFX പൊളിയാണ്. കഴിഞ്ഞ കാന്താരയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പഞ്ചുരുളി, ഗുളികൻ അല്ലേ. അപ്പം ഇതിലെങ്ങനെയെന്ന് വെച്ചാൽ ഈ ഗുളികൻ വരുമ്പോൾ തന്നെ ഇതിൽ നമുക്ക് ഒരു ഗുളികനല്ല, ഗുളികൻ്റെ പല പല വേർഷൻസ് ഇവിടെ നിന്ന് അതിൻ്റെ ഒരു ക്യാരക്ടർ വിളിച്ച് പറയുന്നുണ്ട്. ആ ഗുളികൻ, അഗ്നി ഗുളികൻ, അങ്ങനെ ഗുളികൻ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ പല വേർഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഋഷഭ് ഷെട്ടിയുടെ വന്നിട്ട് ഒരു എന്താ പറയാൻ, ഗുളികനും പഞ്ചുരുളിയും മാത്രമല്ലാത്ത ഒരു ക്യാരക്ടർ, ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള വേറൊരു രൂപവും ഇതിൽ വരുന്നുണ്ട്. അത് ത്രൂ ക്ലൈമാക്സ് ആണ് ആ സാധനം. എല്ലാം കൊണ്ടും എന്തായാലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് കാന്താര. പോയി കാണും, എല്ലാവരും എൻജോയ് ചെയ്യും. ഓക്കെ, ബൈ.